പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മുടെ രക്ഷയുടെ മാർഗമായ യേശുവിൻ്റെ കുരിശിലേക്ക് യേശു നമ്മെ മാടി വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ കുരിശ് നമുക്ക് മഹത്വമുള്ളതും സ്തുതിക്കും ബഹുമാനത്തിനും അർഹതയുള്ളതുമായി തീരുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. നമുക്കിഷ്ടമുള്ളവയെ സ്വന്തമാക്കാൻ ശ്രമിക്കും. യേശുവിനെ സ്വന്തമാക്കണമെങ്കിൽ യേശുവിനെ നാം സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം. യേശു നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ യേശു എനിക്ക് ആരാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് അത് നാം അറിയണം. അപ്പോഴാണ് നാം യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ സ്വന്തമാക്കാനും യേശുവിൻ്റെ കുരിശിനെ സ്നേഹിക്കാനും ശ്രമിക്കുന്നത്. നമ്മുടെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ചു. അപ്പോൾ യേശുവിൻ്റെ കുരിശിലുള്ള ബലിയാണ് നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്തത്. ആ ബലിയിലൂടെയാണ് നാം നമ്മുടെ പാപക്കറകളെല്ലാം കഴുകി സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുന്നത്. യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നാം വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ യേശുവിനെ വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ, ഇന്നെങ്കിലും നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ജീവിക്കുന്ന ദൈവത്തിൽ നിന്നും മനുഷ്യർ വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയാതെ വരും. നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തെ വീണ്ടും വീണ്ടും ക്രൂശിക്കുകയാണ് ചെയ്യുന്നത്. കുരിശിൽ തറയ്ക്കുകയാണ് നാം ചെയ്യുന്നത്. ദൈവത്തെ മറന്ന് പാപത്തിലേക്കുള്ള മനുഷ്യൻ്റെ യാത്ര ദൈവത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. മഹത്തായ രക്ഷയുടെ മാർഗത്തിലേക്ക്, യേശുവിൻ്റെ കുരിശിലേക്ക് യേശു നമ്മെ മാടി വിളിക്കുന്നുണ്ട്. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. ജോയേൽ 2:13 നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. കർത്താവ് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കുവാൻ സദാ സന്നദ്ധനുമാണ്. ജെറമിയ 4:14 തിരുവചനം പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, അപ്പോൾ മാത്രമേ നാം രക്ഷപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. അതിനാൽ നമ്മുടെ ഹൃദയത്തിലെ കാപട്യം മാറ്റി ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയ്ക്കുമ്പോഴാണ് പാപങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമുക്ക് അകന്ന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ കുരിശിനെ നമുക്ക് സ്വന്തമാക്കാനും കഴിയുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.